ബാംഗ്ലൂരുവിൽ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള മുൻ വൈരാഗ്യം മൂലം മുൻ കാമുകന്റെ സഹോദരൻ ക്രൂരമായ ആക്രമണത്തിന് ഇരയാക്കിയ നിയമവിദ്യാർത്ഥിനിയുടെ മരണം. ഇതാണ് ഇന്ന് സോഷ്യൽ മീഡിയയും അതുപോലെ വാർത്താ മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ ഞെട്ടിയതും ചർച്ച ചെയ്തതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ പ്രണയാഭ്യർത്ഥന നിരസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാദ്യമായിട്ടല്ല നമ്മുടെ ചുറ്റും കേൾക്കുന്നത് എങ്കിലും വിചിത്രമായ രീതിയും അതുപോലെ നിയമത്തിനെയോ മറ്റുള്ളവരെയോ ആരെയും ഭയമില്ലാത്ത രീതിയിലെ ഒരു പ്രകടനവും അല്ലെങ്കിൽ അത്തരമൊരു പെരുമാറ്റവുമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. HAL കൊച്ചിക്കനഹള്ളി സ്വദേശിയായ അമൃതയാണ് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ മുൻ കാമുകൻ ധനുഷ്, ഇയാളുടെ സഹോദരൻ സൂര്യ എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജൂലൈ 13 വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ കൊലപാതക ശ്രമം അരങ്ങേറിയത്. അമൃതയുടെ വീടിന് സമീപമെത്തിയ പ്രതികൾ യുവതിയെ തടഞ്ഞു നിർത്തുകയും തർക്കത്തിലേർപ്പെടുത്തുകയും ചെയ്തു. വാക്കേറ്റം രൂക്ഷമായതോടെ സൂര്യ കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അമൃതയുടെ നെഞ്ചിലും പുറത്തുമായി നിരവധി തവണ ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അലറിക്കരച്ചിൽ കേട്ടതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഓടിയെത്തുമ്പോഴായിരുന്നു ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് എന്നതുകൂടി പറയണം. കൈവശം കത്തിയുമായി എത്തിയത് കൊണ്ട് തന്നെ കൊല്ലാൻ തന്നെ ആയിരുന്നു ഇവരുടെ പദ്ധതി എന്ന് അതിലൂടെ മനസ്സിലാക്കുകയായിരുന്നു എല്ലാവരും. രക്തത്തിൽ കുളിച്ചു കിടന്ന യുവതിയെ കുടുംബാംഗങ്ങൾ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 48 മണിക്കൂറോളം തന്നെ മരണത്തോട് മല്ലടിച്ച ശേഷം ജൂലൈ 15 ജീവൻ നഷ്ടമാവുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മുഖ്യപ്രതി സൂര്യയെ നാട്ടുകാർ ചേർന്നാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. 3 വർഷം മുൻപ് ഒരു മതപരമായ ചടങ്ങിനിടയിലാണ് അമൃതയും ധനുഷും പരിചയപ്പെടുന്നത്. തുടർന്ന് പ്രണയത്തിലാവുകയും ചെയ്തു. എന്നാൽ ധനുഷ് മുൻപ് വിവാഹിതനായിരുന്നുവെന്നുള്ള വിവരം, വിവാഹമോചിതനായ ഇയാൾക്കൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യവും അമൃത വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ അമൃത ഇത് വേണ്ട എന്ന് വെച്ചു. ഈ വസ്തുതകൾ ധനുഷ് ബോധപൂർവം മറച്ചു വയ്ക്കുകയായിരുന്നുവെന്ന് അമൃതയ്ക്ക് മനസ്സിലായി. അതിലൂടെ തന്നെ പോലീസ് അന്വേഷണത്തിൽ ഇതെല്ലാം വ്യക്തമാവുകയായിരുന്നു. വഞ്ചിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞതോടെ അമൃത ഈ ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണ്. ധനുഷിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തു. ഇതാണ് പ്രതികളെല്ലാം തന്നെ ഇത്തരം രീതിയിലേക്ക് പ്രകോപിപ്പിച്ചത് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ബന്ധം കാത്തു സൂക്ഷിക്കാൻ ധനുഷ് പലതവണ ശ്രമിച്ചെങ്കിലും അമൃത വഴങ്ങിയിരുന്നില്ല എന്നുകൂടി തെളിവുകളുണ്ട്. ഇതിലുള്ള കടുത്ത പ്രകോപനവും പ്രതികാര ബുദ്ധിയുമാണ് ആസൂത്രിതമായ ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ബാംഗ്ലൂരു പോലീസ് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.